തിന്നാതെയും കുടിക്കാതെയും സ്വരുക്കൂട്ടി വെച്ചതാ. അതെടുത്തോണ്ട് പോയവന്റെ തലയിൽ ഇടുത്തി വീഴും. ആ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോയത് പോയി. കല്യാണം നടത്താനുള്ള വഴി എന്താന്ന് വെച്ചാൽ ആലോചിക്കുക. ഇനി ആ കൂടി 8-10 ദിവസമുണ്ട്. കല്യാണം വിളിക്കണം, ആഭരണങ്ങൾ ഉണ്ടാക്കണം. നിന്റെ മോൻ ഇപ്പോഴും കളിച്ചു നടക്കല്ലേ? പറഞ്ഞ തീയതിക്ക് എന്നെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് അവൻ ഓടി നടക്കുക. എന്ത് ധൈര്യം കണ്ടിട്ടാണെന്ന് ഈശ്വരന് മാത്രം അറിയാം. ആ, ദാ വരുന്നുണ്ടല്ലോ അമ്മാവനെപ്പോ. കുറെ നേരമായി. നീ ഇങ്ങനെ തമാശം കാണിച്ച് നാട്ടുകാരെ ചിരിപ്പിച്ച് നടന്നാ മതിയോ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പിന്നെ എന്ത് വേണമെന്നായി പറയുന്നത്? രാവിലെ ഇറങ്ങി തിരിച്ചത് ഓരോരുത്തരുടെ കൈയും കാലും പിടിക്കാൻ. കുറ്റപ്പെടുത്താൻ മാത്രം എല്ലാവരും ഉണ്ട്. എന്റെ പ്രയാസം മനസ്സിലാക്കാൻ ആരുമില്ല. ആ മോളെ, എന്നതാ ഇത്? നിനക്ക് ഉറങ്ങാറായില്ലയോ? ആ പിന്നെ നാളെ നിന്നെ കാണാൻ എന്റെ ആള് വരുന്നുണ്ട്. വലിയ ഫാമിലിയാ, വെട്ടുകാട്ടി കുടുംബം. കാനഡയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. 1 മാസത്തെ ലീവേ ഉള്ളൂ. അതിനു മുമ്പ് അവർക്ക് കല്യാണം നടത്തണമെന്ന്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെ നീ എന്നെ ചെയ്യാൻ പോവാ? മണത്തി ചേരാൻ പോണാ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. എനിക്ക് 1-2 വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം. എടാ ഫെഡറിക്കേ, നിങ്ങളിങ്ങ് വന്നേടാ. എന്നാ പച്ചാ? എടാ നിന്റെ പെങ്ങള് പറഞ്ഞ കേട്ടില്ലേ? അവക്കിപ്പോഴേ കല്യാണം വേണ്ടാന്ന്. നിന്റെ കല്യാണം എപ്പോ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കണ്ട അമ്പലപ്പറമ്പി മിമിക്രിയും കാണിച്ചിടക്കുന്ന തെണ്ടിയെ കെട്ടാമെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പം അത് നടക്കുകയല്ല. നീ എന്നതാടായി പറയണേ? എന്റെ മോൾ അതൊക്കെ എന്നേ മറന്നു ഇല്ലയോ? നമ്മുടെ കുടുംബത്തിന് യോജിച്ചൊരു വിവാഹത്തിനെ എന്റെ മോള് സമ്മതിക്കൂ ഇല്ലയോ മോളെ? മോള് പോയി കിടന്നു. ചെല്ലു മോളെ. അപ്പച്ചൻ എന്നതായി പറയുന്നേ? ഇവളുടെ നേരവും കാലവും നോക്കി നടന്ന സമയത്തിന് കല്യാണം നടക്കുകയല്ല. എടാ, ഒരു കൊലയാളിയുടെ മിടുക്ക് കൊല ചെയ്യുന്നതിലല്ല, അത് ഒളിപ്പിക്കുന്നതില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എടുത്തിയാട്ട് നല്ലതല്ല എന്ന്. നിന്റെയൊക്കെ സ്വഭാവം തന്നെയല്ലേ അവക്കും. സ്നേഹം കൊണ്ടുള്ള പെരുമാറ്റം കൊണ്ടേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ. ആ ചെല്ലേ, പിള്ളേച്ചന്റെ പലിശ കണക്ക് നോക്കി പോയി. ചെല്ലേ പോ. മക്കളുടെ വിവാഹം കഴിഞ്ഞ് കാണാനുള്ള ഭാഗ്യം നിന്റെ അച്ഛനുണ്ടായില്ല. എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കതെന്റെ മോൻ സാധിച്ചു തരുമോ? നീ ഉറങ്ങിയില്ലേ? ഇല്ല. കുറച്ച് വെള്ളം എടുത്തോളൂ, ഉറക്കം വരണില്ല. പോയി കിടന്നോളൂ. ചേട്ടാ, അമ്മ പറഞ്ഞു തോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. അമ്മയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എല്ലാം വിധി പോലല്ലേ നടക്കൂ. സാർ, എല്ലാ വിവരങ്ങളും കിട്ടി. അവർ 6 പേരുണ്ട്. കലാദർശനിലെ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഗുഡ്. അവരുടെ അടുത്ത പ്രോഗ്രാം എവിടെയാണെന്ന് ഇന്ന് തന്നെ അന്വേഷിക്കണം. ഓക്കെ സാർ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഈ ഉണ്ണി എവിടെ പോയി തൊലഞ്ഞിന്റെ അല്ല ഓഡിയൻസ് ആകെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടാവില്ല. അവിടെ ചെന്നിരുന്നെങ്കിൽ അച്ഛൻ അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേനെ. അവൻ എവിടെയെങ്കിലും കല്യാണം വിളിക്കാൻ പോയി. എന്നാ പിന്നെ അവനൊന്ന് ഫോൺ ചെയ്യലും പറഞ്ഞൂടെ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. താൻ എന്ത് പണിയായി കാണിക്കുന്നേ? 8 മണിക്ക് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി 9 ആയല്ലേ? ഒരു ആർട്ടിസ്റ്റ് എത്താനുണ്ട്, ഇപ്പൊ വരും. ഇത് വന്നപ്പോ മുതൽ പറയാൻ തുടങ്ങിയതാണല്ലോ. ഉള്ള ആൾക്കാരെ വെച്ച് തുടങ്ങണം. ബഹളം കേട്ടില്ലേ? നാട്ടുകാർ കസേര തല്ലി പൊളിക്കണം. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഉടനെ തുടങ്ങാം. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ചെല്ലേ. ചെന്നാട്ടെ. ശരി വാ. ചെല്ലേ. സാബു,
എടോ താൻ എന്തുദ്ദേശാടോ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞേ? അവന്മാർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണ്ടേ? ആകെ കുളമായി. ഫസ്റ്റ് ആയിട്ട് ഉണ്ണിയുടെ പൊട്ടൻ നമ്പറുകളാ. അത് ആദ്യം ഇട്ടാലേ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അവൻ വരാതെ എന്ത് ചെയ്യാൻ പറ്റും? എടോ മോട്ടി താങ്ങി വന്നേ. ഇന്ന് അവന് പകരം താൻ കയറി. അയ്യോ ഞാനില്ല, ഞാൻ കേറിയാൽ ശരിയാവില്ല. എടോ താൻ കുറെ കാലമല്ലേ ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ഐറ്റം മാത്രം ചെയ്താൽ മതി, ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. വേണം ധൈര്യത്തിൽ സ്മോൾ അടിച്ചോ. സ്മോൾ വേണം ഞാൻ അടിക്കാം, പക്ഷെ ശരി കയറാൻ ഞാനില്ല. തമാശ പറയാ, ചുമ്മാ വേഗം റെഡിയാക്കി. സഹൃദയരെ, അല്പം വൈകിട്ടാണെങ്കിലും കലാദർശനയുടെ മിനിറ്റ്സ് പരേഡ് ആരംഭിക്കുകയാണ്. ഇതാ, സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗവിവരങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം. ഒന്ന് കേറി ചെല്ലണം. എന്നെ കൊല്ലാൻ നോക്കല്ലോ. ഇങ്ങോട്ടോ തന്റെ പേരെന്താണ്? പേരെന്താണെന്ന്? കത്രിയെ കുരിശ. ഓ മണി. എന്താണ് തന്റെ അസുഖം? അസുഖം എന്താണെന്ന് പറയടോ. എന്താ ഡയലോഗ് പറയുന്നത്? ഡയലോഗ് പറയണോ? പൊട്ടൻ നിന്റെ അപ്പൻ കളിക്കല്ലേട്ടോ. അതെ, എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്റ്റേജിൽ കയറ്റിട്ട് പിന്നെ എന്താ എന്തേത് മമ്മൂട്ടി കുളവാക്കിയ? എവിടെ മുമ്പിലത്തെ നിലയിൽ ഇരിപ്പുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു കാതർബായുടെ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. അതോ സാബു, നമ്മളെ പാവ കാണാനില്ല. നീ എന്തായി പറയുന്നത്? നമ്മളെ ഒളിപ്പിച്ചു വെച്ച് പാവ കാണാനില്ലെന്ന്. നീ അവിടേക്ക് ശരിക്കും നോക്കിയോ? അവിടെ എല്ലാം നോക്കി, എവിടെയില്ല. പിന്നെ അവിടെ പോയി. നമുക്ക് 6 പേർക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. നമുക്ക് 6 പേർക്കും അറിയാമല്ലോ. 6 പേരിൽ ഒരാൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഉണ്ണിയെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്. ആ ഉണ്ണി ഉദ്ദേശം തന്നെയാ. എടാ ജിമ്മി, നീ ഒന്നും തർക്കമൊന്നും വേണ്ട, നമുക്ക് ഉണ്ണിയുടെ വീട് അന്വേഷിക്കാം. ആരാ? എന്താ എല്ലാരും കൂടി? ഉണ്ണി എവിടെ? ഉണ്ണി ഇവിടെ ഇല്ലേ? ഇല്ല, അവൻ മിനിയാന്ന് വൈകുന്നേരം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണല്ലോ. നിങ്ങൾ അവനെ കണ്ടില്ലേ? മെനഞ്ഞാന്ന് പരിപാടി ഇല്ലായിരുന്നല്ലോ. ഇന്നുണ്ടായിരുന്ന പരിപാടിക്ക് അവൻ വന്നുമില്ല. അയ്യോ, അവൻ പിന്നെ എവിടെ പോയി? പത്താം തീയതി ഇവരുടെ കല്യാണോ? ഒന്നും അടുപ്പിച്ചിട്ടില്ല. എന്റെ മോൻ എന്തു പറ്റി? അയ്യോ അമ്മച്ചി, അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും അല്ലേ? ആ, ഞങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം. പെങ്ങളെ കെട്ടിക്കാൻ നിവർത്തിയില്ലെന്ന് കരുതി എന്റെ മോൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചു കാണുമോ ദൈവമേ? ലതേ, ഇവിടെ ആകെ പ്രോബ്ലമാ. ഉടനെ തന്നെ അപ്പച്ചൻ എന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നത്. എങ്ങനെയെങ്കിലും സാബുവിനെ ഒന്ന് കാണണം പ്ലീസ്. ലത, എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നീ ധൈര്യമായിരിക്കെ, ഒന്നും സംഭവിക്കില്ല. സാബുവിനെ ഞാൻ ഇന്ന് തന്നെ കാണാം. ഉണ്ണി വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഇത് അവൻ തന്നെയാണ് എടുത്തെന്ന് ഉറപ്പാ. അവൻ എവിടെങ്കിലും വിൽക്കാൻ കൊണ്ടുവരും, അതോടകത്താകും. നമ്മൾ കുടുങ്ങിയത് തന്നെ. പോലീസിന്റെ കിട്ടിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവരിടിച്ച് സൂപ്പാക്കും. ഞാനല്ല മലപ്പുറത്തുള്ള മാമയുടെ വീട്ടിൽ പോയി. മലപ്പുറത്തെ മാമ നിനക്കിട്ടാണ് ആദ്യം കിട്ടേണ്ടത്. മനുഷ്യൻ മനസ്സമാനത്തോട് ഉറങ്ങിയിട്ട് ദിവസം എത്ര നിറയടാ നിനക്ക്? ഇനി കാതർവായുടെ ആൾക്കാർ ഉണ്ണിയും പിടിച്ച് ഡയമണ്ട്സ് എടുത്തിട്ടേ കാണൂ. ആ, ഒരു കണക്കിന് തലേന്ന് പോയി നന്നായി. നീ എന്താ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നത്? എന്തോ എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഉണ്ണി അത് എടുക്കില്ല. പിന്നെ നീയാണോ എടുത്തത്?
എടാ സാഹചര്യം വരുമ്പോ നീയും ഞാനും ഒക്കെ തെറ്റ് ചെയ്തു പോകും. ദേ നമ്മളിങ്ങനെ പരസ്പരം വഴക്കൂടിയിട്ടൊന്നും കാര്യമില്ല. ഇതാരാണ് കൊണ്ടുപോയിരിക്കുന്നത് അറിയാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇത് ഒതുക്കിയിരിക്കുന്നത്. ഒരു മംഗളകർമ്മത്തിന് വേണ്ടി എന്നാണ് പ്രശ്നത്തിൽ പറയുന്നത്. മംഗളം ഭവന്തു. ആരാ എടുത്തെന്നറിയാൻ പറ്റുമോ കണിയരെ? പറയാം. ശത്രുവല്ല, മിത്രം. സഹപാഠിയാകാം, സതീർത്ഥനാകാം, സഹപ്രവർത്തകനാകാം. സാധനം ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് പറയോ? നോക്കത്താ ദൂരം പരന്ന ജലാശയം, അതായത് ആഴി, കടലാഴി. ആഴിയോട് ചേർന്നിട്ടുള്ള കരയിൽ, കടൽക്കരയിൽ. കടൽക്കരയിലോ? എടാ മനോജ, ഇതിലില്ല അതിലുണ്ടാ? ഓ ഇത് അതിലുണ്ടോടാ? ഇതിനകത്തൊന്നും ഒരു പുല്ലുമില്ല. എടാ അൻവറേ, അതിനകത്തുണ്ടോ നോക്കിക്കേ. എവിടാ? ഇതിലില്ല. എടാ സാബു, എന്താടാ അതെന്നാ നോക്ക്. ഇതിനകത്ത് കോപ്പാണ് ഇരിക്കുന്നത്. കുഴിച്ചോളൂ മകനെ, കണ്ടെത്തും. കുറെ നേരമല്ല ഇവിടെ കുഴി അവിടെ കുഴി അവിടെ കുഴി എന്ന് പറഞ്ഞു. എന്താണോ ഇതിന്റെ ഒരു അവസാനം? എന്റെ ബലമായ സംശയം അവൻ കുഴിച്ചിട്ടത് ഇവിടെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അതിപ്പോ എന്ത് ചെയ്യാൻ? കുഴിച്ച കുഴികളെല്ലാം അങ്ങ് മൂടുക. കൃത്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഓ ഇയാൾ എന്തോ അങ്ങനെ നമ്മൾ കാശ് കൊണ്ട് മുങ്ങോ? കള്ള കണിയാനെ എന്റെ വില കളഞ്ഞു കുളിച്ചല്ലോ കണിയാരെ. ഇയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ. ഇല്ല, നിങ്ങൾ എല്ലാരും കള്ളം പറയാണ്. ഉണ്ണിക്ക് എന്താണ് ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്ന വിശ്വസിക്കും. ഉണ്ണി ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. ഇന്നോ നാളെയോ എത്തും. സാബു, ഉണ്ണിയെ എനിക്കറിയാവുന്ന പോലെ തന്നെ സാബുവിനെ അറിയാവുന്നതല്ലേ? സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് വന്നു ചേരാത്ത ഉണ്ണിയെ കുറിച്ച് സാബു ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അത് ഞാൻ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ കരുതിയില്ല. നോ, ലത കരുതുന്ന പോലെയല്ല. നടന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഉണ്ടാകാവുന്ന ലതയുടെ ഷോക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ ഇപ്പോ നിങ്ങൾക്കിത് കിട്ടിയിട്ട് എന്തുകൊണ്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ല? അല്ല, അപ്പൊ രഹസ്യമായിട്ട് എല്ലാവരും കൂടി വീതിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ പ്രശ്നമായപ്പോ അച്ഛന്റെ സഹായം വേണം അല്ലേ? അല്ലച്ചോ, ഞങ്ങളത് അച്ഛനെ ഏൽപ്പിക്കണം തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അത് കാണാതായത്. എന്നിട്ട് അച്ഛോ കിട്ടിയപ്പോ തന്നെ അച്ഛനെ ഏൽപ്പിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞ. പക്ഷെ ഉണ്ണി അതിന് സമ്മതിക്കാൻ. അന്നേ അത് മുഴുവൻ അവൻ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ചോ. ഉണ്ണി അങ്ങനെ ചെയ്യില്ല. ഇല്ലച്ചോ, അവൻ തന്നെ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ട് വരിക. നാളെ അവന്റെ പെങ്ങളുടെ കല്യാണം. കല്യാണത്തിന് ഉണ്ടാക്കി വെച്ച സ്വർണം മുഴുവൻ മോഷണം പോയി. ഇപ്പൊ കഴുത്തിനും കാതിലും ഒക്കെ ആവശ്യത്തിനുള്ള സ്വർണം എങ്ങനെ ഉണ്ടായി? അവൻ ഒളിവിൽ നിന്നുകൊണ്ട് കല്യാണം നടത്തുക. ആ കല്യാണം നടക്കുന്നതിന്റെ പേരിലാണ് ഉണ്ണിയെ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാ. പിന്നെ കല്യാണം നടത്താനുള്ള പണം എവിടെ നിന്നുണ്ടായി? ഒരു 100 രൂപ പോലും തികച്ചെടുക്കാൻ കഴിവില്ലാത്തവൻ അവൻ. അവന്റെ അമ്മ അവരെ കള്ളവ പറയുന്നത്. ചെറുക്കനെ കാണാനില്ല എന്നും പറഞ്ഞ ആ തള്ളയുടെ ഒരു കള്ളക്കരച്ചില്. പാവം, ഉണ്ണിയുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. ആ കുട്ടിയുടെ വിവാഹം നടത്താൻ വേണ്ടി അവരെന്നെ വന്ന് കണ്ടിരുന്നു. എന്റെ മോൻ വീട്ടിൽ നിന്ന് പോയിട്ട് 2 ദിവസം അയച്ചോ. കല്യാണത്തിന് ആഭരണം വാങ്ങാനുള്ള രൂപയ്ക്കായി അവൻ ഓടി നടക്കായിരുന്നു. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്കാരുണ്ടച്ചോ? അവനൊന്നും സംഭവിക്കില്ല. നിങ്ങൾ കരയാതിരിക്കേ, അവൻ വരും. മറ്റന്നാളാണച്ചോ കല്യാണം. നടന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഞാനും എന്റെ 3 പെമ്മക്കളും എന്തെങ്കിലും മേടിച്ച് എന്ന് ചാവു വച്ചോ? നിങ്ങൾ അവിവേകം ഒന്നും കാണിക്കരുത്. സമാധാനമായിട്ട് വീട്ടിലേക്ക് പൊക്കോളൂ. കല്യാണം നടത്താനുള്ള കാശ് ഞാൻ തരാം. അപ്പൊ ഉണ്ണി അവിടെ പോയി. കല്യാണാവശ്യത്തിനല്ലാതെ അവനത് എടുക്കുമെന്ന് തോന്നുന്നില്ല. ഉണ്ണിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാണോ? ചിലപ്പോ കാർബായുടെ ആൾക്കാർ അവനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. കാദർബായും ഒരു കാസർഗോഡും. നിങ്ങൾ ആദ്യം ഇതൊന്നും പറയണ്ട.
അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാ. അച്ഛോ അത് ഞങ്ങള് വേണ്ട, ഒന്നും പറയണ്ട. നീ പോയി ഉണ്ണിയുടെ അമ്മയെ വിളിച്ചോണ്ട് പോവാ. ഇനി അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കണല്ലോ കർത്താവേ. പോണ വഴിക്ക് ആ താണ്ടമ്മോട് ഇങ്ങനെ ഇരുന്നോളാൻ പറ. വർഷങ്ങളായിട്ട് നല്ല നിലയിൽ നടന്നു പോന്നിരുന്ന സ്ഥാപനം ഇത്. കള്ളക്കടത്ത് സാധനങ്ങൾ കൂച്ചിലുള്ള സ്ഥലം ഇത്. ഇനി ഒരുത്തനുണ്ടല്ലോ നിസാം, അവനെവിടെ പോയി? അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. നിന്നെ ഒന്നും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചത്. എവിടെടാ സാധനം വെച്ചിരിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയില്ല അല്ലേ? അല്ലോ, എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയില്ല അല്ലേ? അറിയാമെന്ന് ഞാനും നോക്കട്ടെ. പറഞ്ഞോടോ അവൻ. എത്ര തല്ലിയിട്ടും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അവന്റെ തലയ്ക്ക് വല്ല അസുഖമാണെന്നാ. ഛേ, അതൊന്നും അല്ലടൂ. ഈ ആഴ്ചയിൽ എന്റെ ജാതകഫലത്തിന് കള്ളക്കട സാധനം 20% പിടിക്കുന്ന എങ്ങനെയെന്ന് പോയി പറയിക്കടൂ. തണ്ടപ്പച്ചേട്ടത്തി, തണ്ടപ്പച്ചേട്ടത്തി, അയ്യോ നമ്മുടെ പാവം. അയ്യോ കൊച്ചേ, ആ പാവം എന്ന് എടാ, നീ കൊച്ചിന് കളിക്കാൻ കൊടുത്ത പാവ എടുത്തിട്ട് പോണോ? അയ്യടാ, കൊച്ചിന് കളിക്കാൻ കൊണ്ടൊരു സാധനം കണ്ടില്ലടാ. ആ മുറിയിൽ പൊടി പിടിച്ചു കിടന്ന പാവയാണ്. അതെടുത്ത് കൊച്ചിന് കളിക്കാൻ കൊടുത്തപ്പോ അവകാശികള് ഇതെന്താ വല്ല സ്വർണ്ണ കട്ടിയാ? സ്വർണ്ണക്കട്ടിയൊന്നുമല്ല, വൈരങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള. അയ്യോ എടാ എടാ നിക്കണവിടെ. എടാ നിക്കാൻ. എടാ സാബോ, ജിമ്മേ, ഓടിയോടാ. നമ്മുടെ പാവട്ടിയടാ. എവിടെ നിന്ന് കിട്ടി? ആ താണ്ടവച്ചേട്ടനെ അവിടെ കൊച്ചിനടുത്തോട്ട് കളിക്കാൻ കൊടുത്തിരിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നേ. നീ രത്നങ്ങൾ ഇതിനകത്തുണ്ടോ നോക്കിയോ? എടാ ഉണ്ടടാ. ഇതാ നോക്ക്. കണ്ടോ? എവിടെ നോക്കട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഉണ്ണീനെ എടുക്കൂലെന്ന്. ഇപ്പൊ എന്താടാ? അതൊക്കെ പോട്ടെ, നമുക്ക് അച്ഛനോട് പോയി പറയാം.